നമുക്ക് ഇനി പോകാനുള്ളത് തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്ത് CPM-ന്റെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ്. അതിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. നയം UDF ഗവൺമെന്റ് നടപ്പാക്കിയ നയം ഇതേ നയമാണ്. IF ഗവൺമെന്റിന്റെ ആദ്യഘട്ടം കേന്ദ്രത്തിലെ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ്, രണ്ടാമത്തെ ഘട്ടം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. ഈ രണ്ടു കൂട്ടരും നടപ്പാക്കിയത് ഒരേ നയം, ഈ പറഞ്ഞ നവോദാരവൽക്കരണ നയം. അതേ നയം ഒരു വ്യത്യാസവുമില്ലാതെ ഇവിടുത്തെ UDF ഗവൺമെന്റ് നടപ്പാക്കി. കേരളത്തിന് വലിയ കെടുതികൾ സമ്മാനിച്ചു. ഇതല്ലേ നമ്മുടെ അനുഭവം? ഇപ്പോ കോൺഗ്രസിന് നേതൃത്വമുള്ള കുറച്ച് ഗവൺമെന്റുകളെങ്കിലും ഉണ്ടല്ലോ വിവിധ സംസ്ഥാനങ്ങളിൽ. ഇതേ നയമല്ലേ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കുന്നത്? എവിടെയെങ്കിലും ഈ നയത്തിൽ നിന്ന് വ്യത്യാസമുണ്ടോ? ഇപ്പൊ നമ്മള് കേരളത്തിൽ LDF ഭരണത്തിലിരിക്കുന്നു. രാജ്യത്തെ ഇടതുപക്ഷം നേതൃത്വം വഹിക്കുന്ന ഏക സംസ്ഥാനം. എന്താണ് വ്യത്യാസം? വ്യത്യാസം പ്രകടമാണല്ലോ. ഇപ്പൊ ദരിദ്ര വിഭാഗത്തിന്റെ കാര്യം തന്നെ എടുക്കാം. നമ്മുടെ സംസ്ഥാനത്ത് പരമദരിദ്ര വിഭാഗത്തിൽ എത്രയാണ് ആളുകൾ എന്നത് കൃത്യമായി കണക്കാക്കിയിട്ടുണ്ടല്ലോ. 3 വർഷം മുൻപ് ആ കണക്കെടുത്തു. 3 വർഷമല്ല, 2 വർഷം മുൻപ് ആ കണക്കെടുത്തു. ആ കണക്കില് 64,006 കുടുംബം. അവിടെ കിടക്കട്ടെ എന്നല്ല വെച്ചത്. CPIM-നും LDF-നും കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അത് നവോദാരവൽക്കരണ നയത്തിൻ്റെതല്ല. ഈ പാവപ്പെട്ടവരെ എങ്ങനെ ആ അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയും, അതാണ് ആലോചിച്ചത്. അതിന്റെ ഭാഗമായി കൃത്യമായി തീരുമാനിച്ചു, ഈ കുടുംബങ്ങളെ ആകെ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം. 3 വർഷം കൊണ്ട് കേരളത്തിലെ പരമദരിദ്രാവസ്ഥയിലുള്ള എല്ലാ കുടുംബങ്ങളെയും പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം. കടലാസിലല്ല, പ്രയോഗത്തിൽ. അതിനാവശ്യമായ വിശദമായ മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കുന്നു. അതിന്റെ ഭാഗമായുള്ള ഇടപെടലുകൾ നടത്തുന്നു. നമ്മളിപ്പോൾ കണ്ടത് തിരുവനന്തപുരത്ത് CPM-ന്റെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നതാണ്. സംഘപരിവാർ സംഘടനയ്ക്കെതിരെയും അവരുടെ രാഷ്ട്രീയ പ്രചാരണത്തിനെതിരെയും നിലപാടുകൾക്കെതിരെയും ഒക്കെ അതിശക്തമായ ഭാഷയിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സംഘപരിവാർ ശക്തികളുമായി സമരസപ്പെട്ടു പോകുന്നു, അവരുടെ ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് CPM കടക്കുന്നു എന്നൊക്കെയുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ നേരിടുന്നതിനിടെയാണ് CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിൽ അതിശക്തമായ ഭാഷയിൽ സംഘപരിവാർ രാഷ്ട്രീയത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്.